അല്ല, അങ്ങനെ ഒരു പ്ലാൻ ഇപ്പോഴും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അത് സാധ്യത പറ്റി ചിന്തിക്കുന്നുണ്ട്. മറ്റ് സിനിമകൾ റീമാസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് ശ്രദ്ധയോടുകൂടി നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കും. അല്ല, അതൊരു മീഡിയം ബഡ്ജറ്റായിരുന്നു. അങ്ങനെ വലിയ എന്താ ഒറ്റ ലൊക്കേഷനുള്ളൂ. നമ്മളെല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ പോയി ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ഷൂട്ട് ചെയ്യണം. ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റോ. പിന്നെ നമുക്ക് അതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഡയറക്ഷൻ്റെ കോസ്റ്റ്യൂംസ്, ഈ കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ ഒരു റേഞ്ച് നോക്കുമ്പോഴത്തേക്ക് അത്ര വലിയ കോസ്റ്റല്ല. നമ്മളൊരു അറൗണ്ട് 40 ഡേയ്സാണ് ഇതിൽ നമ്മുടെ ഷൂട്ട് ചെയ്തത് ടോട്ടൽ സിനിമ. ഊട്ടിയും പിന്നൊരു ഒരാഴ്ചയോളം നമ്മൾ മൂന്നാറിലുമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ചെന്നൈയിൽ മോഹൻലാലിൻ്റെ ഒരു ഗസ്റ്റ് ക്യാമിയോ റോൾ ചെയ്ത് ചെന്നൈയിലാണ്. പിന്നെ കൺഫ്യൂഷൻ തീർക്കുന്ന പാർട്ടും ചെന്നൈയിൽ ആണ് ഷൂട്ട് ചെയ്തത്. ബാക്കിയെല്ലാം ഈ ഊട്ടിയിലും മൂന്നാറുമായിട്ട് തീർത്തു. അപ്പം ഒരു മിനിമം ബഡ്ജറ്റാണ്. ഇന്നത്തെ പോലത്തെ ഒരു കോടിയുടെ കഥ പറയാൻ നമുക്കില്ല. വലിയ എക്സ്പെൻസ് ഉണ്ടാകത്തില്ല. നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് മറ്റ് സിനിമകൾ റീമാസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് ശ്രദ്ധയോടുകൂടി നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കും. 3 മാസം ഇതിൻ്റെ ഒരു റീമാസ്റ്ററിങ്ങിൻ്റെ സൗണ്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്ചർ ക്വാളിറ്റിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം വലിയ രീതിയിലുണ്ടായിരുന്നു. എന്നാലും അത്ര ഒരു വലിയ ബഡ്ജറ്റൊന്നും അതിനകത്ത് വന്നിട്ടില്ല. സാർ, ഇന്ന് കണ്ടിറങ്ങിയ കൂടുതൽ പ്രേക്ഷകർ ഒരേപോലെ ഇറങ്ങിയ എന്തുകൊണ്ട് സമ്മർദ്ദം അദ്ദേഹം 2 ഇറങ്ങിയില്ല എന്നാണ്. കാരണം കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഒരു ഉണ്ടാകാൻ ചാൻസ് ഇല്ലായിരുന്നു, എന്തുകൊണ്ട് വന്നില്ല എന്ന്. ശരിക്കും പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒരു പ്ലാൻ ഇപ്പോഴും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അത് സാധ്യത പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇതിനേക്കാളും മുകളിൽ നിൽക്കുന്നൊരു കഥ പറഞ്ഞാൽ, കാരണം ഇത് ഇത്രമാത്രം സ്വീകരിക്കപ്പെട്ട ആൾക്കാർ ആസ്വദിച്ച ഒരു സിനിമയുടെ 2ാം ഭാഗം എടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു കഥ നമുക്ക് കിട്ടണം. അത് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമ്മളത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ സാർ മണിച്ചേട്ടൻ്റെ ഓരോ സീനുകൾ കാണുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഒരുപാട് ഓർമ്മകളാണ് അദ്ദേഹം ചെയ്ത് താമസം. അപ്പം സെറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിരുന്നൊക്കെ അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിൽ നിന്ന് ഇട്ട ചില സീനുകൾ അല്ല, അങ്ങനെയുണ്ട്. ഇംപ്രവൈസ് ചെയ്യാറുണ്ട്. അവരൊക്കെ ആ രീതിയിൽ മണിയായാലും ജയറാമായാലും നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ അവരെന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അവരുടേതായിട്ടുള്ള ഇംപ്രവൈസേഷൻ ചെയ്തിട്ട് നമ്മളുടെ പെർമിഷനോട് കൂടി അത് പെർഫോം ചെയ്യാറുണ്ട്.